everybody, good evening and welcome to Ripple Tea Evening Hour powered by Loni Sarah Herbals, co-sponsored by Goodwin Jewelers and Lalitha Jewelry and Kalashalingam University. ഇന്ന് തിങ്കളാഴ്ചയാണ് ഈവനിംഗ് അവറിൽ ഇന്ന് മെമ്മറി മന്ത്രയാണ് അറിയാം എല്ലാവരും കാത്തിരിക്കുകയാണ് ഇന്ന് ഏത് വിഷയമാണെന്ന് അറിയാൻ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചുള്ള കാര്യം തന്നെയാണ് നമ്മൾ മെമ്മറി മന്ത്രയിൽ കഴിഞ്ഞ ആഴ്ചകൾ ബുദ്ധിശക്തിയെക്കുറിച്ചും ഓർമ്മശക്തിയെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് പഠനം എങ്ങനെ എളുപ്പമാക്കാം അല്ലെങ്കിൽ എങ്ങനെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാം ഇങ്ങനെ തുടങ്ങി പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുവാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ലതാ ദാസ് ആണ്. മാഡം കവടിയാറിൽ സക്സസ് പോയിന്റ് എന്നൊരു സ്ഥാപനം നടത്തുകയാണ്. മൈൻഡ് കൺട്രോൾ ആൻഡ് NLP ട്രെയിനറാണ്. സ്വാഗതം ചെയ്യാം മാഡം. സ്വാഗതം. ഈവനിങ് അവറിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അങ്ങനെയുള്ള ബ്രെയിൻ എക്സസൈസസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോഴും ഒരുപാട് പേരുടെ സംശയം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ എങ്ങനെ വർദ്ധിപ്പിക്കാം, ഇവർക്ക് പഠിക്കാൻ എങ്ങനെ ഇവർക്ക് പഠനം എളുപ്പമാക്കാം? ഇന്നിപ്പോൾ ഒരുപാട് പേരൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട് കുട്ടികളെയും കൊണ്ട്. അതിൽ ഒരു 7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ 10ാം ക്ലാസ്, ഈവൻ എഞ്ചിനീയറിംഗ് മെഡിസിൻ വരെയുള്ള കുട്ടികൾ വരാറുണ്ട്. അതായത് അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടാണോ? അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കോൺസെൻട്രേഷൻ എന്നുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെക്കാനുള്ള ഒരു കഴിവാണ്. അപ്പോൾ ആ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ഒരു കാര്യത്തിൽ വെച്ചാൽ മാത്രമേ നമ്മൾ ആ പഠിക്കുന്ന കാര്യം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും മെമ്മറിയിലേക്ക് അത് സെൻഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മിക്കവാറും കുട്ടികൾ പുസ്തകം എടുത്ത് വെച്ച് കുറേ നേരം വായിക്കും. പക്ഷേ അതിനനുസരിച്ച് ചില പേരൻസ് പറയും എൻ്റെ മോൻ 3 മണിക്കൂർ പഠിച്ചു, 4 മണിക്കൂർ പഠിച്ചു, പക്ഷെ റിസൾട്ട് വരുമ്പോൾ ഒന്നും കാണുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി പഠിക്കുന്ന സമയത്ത് അവൻ ആ ഫോക്കസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഫോക്കസ് അല്ലെങ്കിൽ അഥവാ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹാബിറ്റായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. നാച്ചുറലി നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴും പല കാര്യങ്ങളിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉള്ള ഒരു മനസ്സാണ്. ഒരു മങ്കി മൈൻഡ് എന്നാണ് നമ്മുടെ മനസ്സിനെ തന്നെ പറയുന്നത്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിപ്പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരാളിനോട് ഒരു വാച്ചിൽ തന്നെ ഒരു 30 സെക്കൻഡ് ഒന്ന് നോക്കി അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞാൽ ആ 30 സെക്കൻഡിനുള്ളിൽ നമ്മുടെ മനസ്സിൽ കൂടെ ഒരു 30 ചിന്തയിൽ കൂടുതൽ പോകും. ആ 30 സെക്കൻഡ് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാതെ വാച്ചിലേക്ക് മാത്രം നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മുടെ മനസ്സ്. പക്ഷേ ഈ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ഒരു മെൻ്റൽ മസിൽ എന്ന് പറയാം. അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ള പരിശീലനം വേണം. ആ പരിശീലനത്തിൽ കൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അല്ല നാച്ചുറലി നമുക്ക് അത്ര ഫോക്കസ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഈ പരിശീലനമാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. എങ്ങനെ പരിശീലിപ്പിക്കാം? അതിന് ചില ടെക്നിക്കുകളുണ്ട്. അത് പഠിച്ചിട്ട് അവർ അതുപോലെ കുറേ ദിവസം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ ഫോക്കസ് അതിനകത്ത് നിർത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ നാച്ചുറലി നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഒരു 18 മിനിറ്റ്സ് ആണ്. അതിൻ്റെ അപ്പുറമൊന്നും അറ്റൻഷൻ സ്പാൻ ഇല്ല. പക്ഷെ ആൾക്കാരുടെ വിചാരം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒറ്റ ഇരുന്ന് പഠിക്കണം ഒരേപോലെ. പക്ഷെ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. ഒരു 20 മിനിറ്റ് എങ്ങനെ കഴിയുമ്പോൾ ഒന്ന് എണീറ്റ് ഇച്ചിരി വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ തിരിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് തിരിച്ച് വന്നിരുന്ന് പഠിച്ചാലേ കുറച്ചുകൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കോൺസെൻട്രേഷനിൽ തന്നെ. ഡോക്ടർ, ഇപ്പൊ ഈ കുട്ടികളെ എപ്പോഴും അച്ഛനമ്മമാരുടെ ഒരേ ഒരു പരാതി എന്ന് പറയുന്നത് അവൻ പഠിക്കുന്നില്ല, അല്ലെ അവന് ശ്രദ്ധയില്ല, എത്ര നേരം പഠിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ മാതിരി മാർക്ക് കുറയുന്നു. അപ്പൊ ഇതിനെന്തെങ്കിലും കാരണങ്ങളുണ്ട്? എന്തുകൊണ്ട് കുട്ടിക്ക് ഒന്നാമത് താല്പര്യമില്ല. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ നമുക്ക് എപ്പോഴും കോൺസെൻട്രേഷൻ കാണും. ഇപ്പൊ നമുക്കൊരു കഥ വായിച്ചാൽ കോൺസെൻട്രേഷൻ കാണും, ഒരു സിനിമ കണ്ടാൽ കോൺസെൻട്രേഷൻ കാണും, ഒരു സീരിയൽ കണ്ടാൽ കോൺസെൻട്രേഷൻ കാണും. ബിക്കോസ് അതിനകത്ത് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ പഠിക്കുന്ന വിഷയത്തിൽ അതുപോലെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ആ കോൺസെൻട്രേഷൻ കിട്ടാത്തത്. അപ്പോൾ എങ്ങനെ അവർക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാം, എന്തിനു വേണ്ടിയാണ് അവർ പഠിക്കുന്നത്, അതവരറിയണം. അപ്പോൾ ആ പഠനം രസകരമാക്കി തീർക്കുന്നതിലാണ് അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം പഠനത്തിനകത്ത് അവർക്ക് താല്പര്യം ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ഒട്ടും ഇതൊരു ജോലിയാണ്, ഇതെന്തോ ഒരു ടാസ്ക്കാണ്, എന്നെ കൂടെ നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ താല്പര്യമില്ല. പക്ഷെ അത് രസകരമാണ്. മോനെ, ഇത് പഠിക്കുന്നത് കൊണ്ട് നിനക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്, അതെല്ലാം കുട്ടിക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം. ഡോക്ടർ, ഇത് പറയുമ്പോൾ തന്നെ പല അച്ഛനമ്മമാരും കുട്ടികളും എസ്പെഷ്യലി കുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിചാരിക്കും പഠിക്കുന്ന കാര്യം വളരെ വിരസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇതെങ്ങനെ ഇത് രസകരമാക്കാം? ശരിക്കും നമ്മുടെ ജീവിതവുമായിട്ട് അതിനെ കണക്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു മാത്സ് പഠിച്ചാലും സയൻസ് പഠിച്ചാലും അത് നമ്മൾ ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ പഠിക്കുന്നത്. പക്ഷെ അത് നമ്മൾ അതിൻ്റെ തിയറി പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് പഠിക്കുമ്പോഴോ നമ്മളത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ കഥകളോ അല്ലെങ്കിൽ അതിൻ്റെ ജീവിതവുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ കുട്ടിക്കത്
കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതൊരു ജോലിയായിട്ട് അവർക്ക് തോന്നത്തില്ല. അതെന്ന് വെച്ചാൽ ഇത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം, ഇപ്പം ചെയ്യാം, പിന്നീട് ഭാവിയിൽ ചെയ്യാം, ഇതെല്ലാം അവർക്ക് അറിയുമ്പോൾ ഇതെല്ലാം എനിക്ക് അറിയാനുള്ള കാര്യങ്ങളാണെന്നുള്ളൊരു ബോധം അവർക്കുണ്ടാവും. മറ്റേത് ഇത് എന്തോ ഒരു ജോലിയാണ്, ഇത് പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ വേണ്ടിയാണ്, അങ്ങനത്തെ ഒരു ചിന്തയാണ് അവർക്ക്. അപ്പം അവരെ ശരിക്കും ചെറുതിലേ തൊട്ട് നമ്മൾ ഈ പഠനം തുടങ്ങുന്ന ഈ 1ാം ക്ലാസ് തുടങ്ങിയേ നമ്മൾ ആ കുട്ടിയെ പഠനം എന്ന് പറഞ്ഞാൽ അതൊരു രസകരമായ സംഭവമാണെന്നുള്ള വിധത്തിൽ വേണം കൊണ്ടുവരാനായിട്ട്. അല്ലാതെ ഹോംവർക്ക് ചെയ്തോ അത് അടി ഇടി പിന്നെ പിള്ളേർ ഇങ്ങോട്ട് വരുന്നുണ്ട് തന്നെ അടുത്ത ട്യൂഷന് വിടുന്നു ഇങ്ങനെ പറയുമ്പോഴത്തെ കുട്ടികൾ ഇതങ്ങൊരു വിരസമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നതാണ്. പക്ഷെ അതിന് പേരൻസിന്റെ റോളും ടീച്ചേഴ്സിന്റെ റോളും ഒക്കെ ഒരുപാടുണ്ട്. അതിപ്പം ഡോക്ടർ, അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അച്ഛനമ്മമാര് ചോദിക്കും, ഇത്രയും ഉന്തിയും തള്ളിയും ട്യൂഷന് വിട്ടാൽ പോലും ഇതൊന്നും പഠിക്കുന്നില്ല, അപ്പൊ ഞങ്ങൾ സ്ട്രെസ്സും അല്ലെങ്കിൽ പ്രഷർ കൊടുക്കാതിരുന്നാൽ ഇവര് പിന്നെ എങ്ങനെ പഠിക്കും പ്രഷർ അല്ല അവർക്ക് കൊടുക്കേണ്ടത്. പ്രഷർ അല്ല അവർക്ക് കൊടുക്കേണ്ടത്. അവരെ ശരിക്കും നമ്മൾ അതിനകത്തോട്ട് കൊണ്ടുവരണം. അതിനകത്തോട്ട് അത് ഒരു നല്ലൊരു റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനാണ് അവരെ നമ്മൾ പ്രേരിപ്പിക്കേണ്ടത്. അല്ലാതെ ഇതൊരു ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യമല്ല, റിലാക്സ്ഡ് ആണ്. അപ്പോൾ ഏറ്റവും പഠനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം അവരുടെ റിലാക്സ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരു കുട്ടി പഠിക്കുന്നതിന് മുമ്പ് തന്നെ അവനൊരു നല്ല മാനസികാവസ്ഥയിൽ ഇരുന്നിട്ട് വേണം ഒരു പുസ്തകം തുറക്കാൻ തന്നെ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ കുട്ടിയെ വഴക്ക് പറഞ്ഞു അടിച്ച് പുസ്തകത്തിന്റെ മുമ്പിലോട്ട് ഇരുത്തുമ്പോഴത്തേക്കും ആ ഒരു ഫീലിംഗ് ആണ് അവൻ ആ ബുക്കുമായിട്ട് ആങ്കർ ചെയ്യുന്നത്. ആ ഫീലിംഗ് അവിടെ കണക്ട് ചെയ്യും. പിന്നെ എപ്പോൾ ഈ ബുക്ക് തുറന്നാലും ഈ സെയിം ഫീലിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ട്രിഗർ ചെയ്യും. അതുകൊണ്ട് അവൻ ആ വിഷയത്തിനെ അങ്ങ് വെറുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് ഏറ്റവും ആദ്യം പഠിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ നല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് നല്ലൊരു മൂഡിൽ വേണം പഠിക്കാനിരിക്കാൻ. ഒരു പോസിറ്റീവ് ഒരു മൈൻഡോട് കൂടി തന്നെ. ഡോക്ടർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിന് ശേഷം തിരിച്ചു വരാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു റിപ്പിൾ ടി ഈവനിംഗ് അവർ പവർഡ് ബൈ ലോണിസെറ ഹെർബൽസ്. ആരാണ്? ഹലോ, സംസാരിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ, തുടർന്ന് പറഞ്ഞോളൂ. ഇതാരാണ് സംസാരിക്കുന്നത്? മൻസൂറ, എവിടുന്ന് വിളിക്കുന്നു? കൊടുവള്ളിയിൽ നിന്ന്, കോഴിക്കോട് കൊടുവള്ളിയിൽ. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ, ചോദിച്ചോളൂ. പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നുണ്ടോണ്ടാ? പഠിച്ച കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അത് മെമ്മറിയിലോട്ടായത്? ശരിക്കും നമുക്ക് അതിനകത്തുള്ള പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നത് എന്തുകൊണ്ടാ? മറന്നു പോകുന്നത് നമ്മളത് ശരിയായിട്ടും ഉൾക്കൊണ്ട് മനസ്സിലാക്കി പഠിക്കാത്തതുകൊണ്ടാണ് അത് മറന്നു പോകുന്നത്. അത് നമ്മൾ അത് ഉപയോഗിക്കുന്ന രീതി, അത് നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലായി, അത് നമ്മുടെ അറിവാക്കി മാറ്റാത്തത് കൊണ്ടാണ് അത് മറന്നു പോകുന്നത്. അല്ലാതെ നമ്മളിത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മറന്നു പോകും. കാണാതെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഹലോ ഹലോ ഡോക്ടർ പറഞ്ഞോളൂ. അപ്പൊ അത് കാണാതെ പഠിക്കുകയാണ് ചെയ്യുന്നത്. കാണാതെ വെറുതെ ഇങ്ങനെ മഗപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ബുക്കി നോക്കി. അങ്ങനെയാണ് പഠിക്കുന്നത്. ഡോക്ടർ, കോൾ കട്ടായെന്ന് തോന്നുന്നു, പറഞ്ഞോളൂ. അപ്പം ശരിക്കും പഠിക്കുന്ന രീതി അറിയാൻ വയ്യ, കുട്ടിക്ക് പഠിക്കുന്ന രീതി അറിയാൻ വയ്യ. പഠിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഒരു കാര്യത്തിനെ നമ്മൾ നമുക്കെല്ലാവർക്കും ഒരു ലേണിംഗ് സ്റ്റൈലുണ്ട്. അതായത് നമ്മുടെ പ്രിഫേർഡ് സെൻസ് ഉണ്ട്. അത് ഓരോരുത്തർ ചിലർ വിഷ്വൽ സെൻസ് കൂടുതൽ ഉപയോഗിക്കുന്നവരായിരിക്കും. ഓഡിറ്ററി സെൻസ്, അതായത് കാഴ്ച, കേൾവി, ഫീലിങ്സ്, ഇതൊക്കെ ഫിസിക്കൽ സെൻസ്, ഇതൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പം ഇതിലേതാണ് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ചിട്ട് പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ അവർക്ക് പഠിക്കാൻ പറ്റും. പിന്നെ എല്ലാ സെൻസസും ഉപയോഗിച്ചും അവർ പഠിക്കാൻ അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കണം. അതായത് ഇപ്പം വായിച്ച് പഠിക്കും. ചില കുട്ടികൾക്ക് സ്വന്തമായിട്ട് വായിച്ച് പഠിക്കുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. ചില കുട്ടികൾക്ക് ആരെങ്കിലും വായിച്ചു കൊടുത്താൽ അവർക്ക് കൂടുതൽ മനസ്സിലാവും, വേറെ ആരും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മനസ്സിലാവും. ചിലർക്ക് ആ പഠിച്ച കാര്യം ഒന്ന് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ എഴുതി നോക്കണം, എന്നാലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇങ്ങനെ പല പല രീതികളുണ്ട്. അപ്പം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ സെൻസ് ഏതാണ്, പ്രിഫേർഡ് സെൻസ് എന്നൊക്കെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവരെ അതിൽ കുറച്ചുകൂടെ പഠിക്കാൻ എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ അതുപോലെ ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, അതിപ്പം നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു ബുക്ക് എടുക്കുന്നതിന് മുമ്പ് അത് എങ്ങനെ വായിക്കണം, അതിനൊക്കെ രീതിയുണ്ട്. അതായത് ഒരു പുസ്തകം എടുത്താൽ അതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ എന്താണെന്ന് അവരറിഞ്ഞിട്ട് അതിനകത്ത് എന്താണ് പറയുന്നതെന്ന് അവർക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടായിട്ട് പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയിട്ട്
ആ ക്വസ്റ്റ്യൻസിന് ആൻസർ അറിയാൻ വേണ്ടി ഒരു കാര്യം വായിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നും. സാധാരണ പഠിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാലേ ഇതിന്റെ ആൻസർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമുക്കത് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ സഹായിക്കും. എവിടെയാണ് ഫോക്കസ് വേണ്ടത്, എന്താണ് ഇതിനകത്തുള്ളതെന്ന് ഓവറോൾ എന്ന് അറിയും. അല്ലാതെ ചുമ്മാ ടീച്ചേഴ്സ് പഠിപ്പിച്ച് കുറെ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ട് കുട്ടി വീട്ടിൽ വന്നിട്ട് കാണാതെ പഠിക്കും ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ മറന്നുപോകും. ഡോക്ടർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു ട്രിപ്പിൾ ടി ഈവനിംഗ് അവർ പവർഡ് ബൈ ലോണി സെറ ഹെർബൽസ്. ആരാണ്? ഞാൻ പ്രവീണാണ്. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുന്നത്. ഡോക്ടറോട് സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. ഓക്കെ, എനിക്ക് 2 ആൺകുട്ടികളാണ്. ഒരാള് CBSE 10th കഴിഞ്ഞു, ഒരാള് CBSE 12th കഴിഞ്ഞു. ഹലോ, പറഞ്ഞോളൂ സാർ, തുടർന്ന് പറഞ്ഞോളൂ, കേൾക്കുന്നു. എനിക്ക് ഡോക്ടറുടെ ഇത് കണ്ടപ്പോൾ, ഡെസിഗ്നേഷൻ കണ്ടപ്പോൾ എനിക്ക് NLP ട്രെയിനിങ്ങും കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതെ, കുട്ടികൾക്ക് ചെയ്യുന്നുണ്ട്. NLP എങ്ങനെ പഠിത്തത്തിന് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് മൈൻഡ് എങ്ങനെയൊക്കെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം, നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട് നമുക്ക് റീപ്രോഗ്രാം ചെയ്യാനുള്ള രീതികളുണ്ട്. മൈൻഡ് സെറ്റ് മാറ്റാനുള്ള രീതികളുണ്ട്. ഹലോ, അവരുടെ മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. എത്ര ദിവസത്തെ കോഴ്സാണോ? 2 ദിവസമാണ്. 2 ദിവസം കണ്ടിന്യൂസ്, രാവിലെ തൊട്ട് വൈകിട്ട് വരെയാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ആ കോഴ്സ്, 2 ദിവസം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമുക്കിനി ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ട്രിപ്പിൾ ടി ഈവനിംഗ് അവർ പവർഡ് ബൈ ലോണി സെറ ഹെർബൽസ്. ഈവനിംഗ് അവറിൽ ഇനി ഒരു ചെറിയ ബ്രേക്കാണ്. Welcome back to Ripple Tea Evening Hour powered by Loni Sera Herbals, co-sponsored by Goodwin Jewelers, Lalita Jewelry and Kalashalingam University. അപ്പോൾ നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, വെൽക്കം ടു Ripple Tea Evening Hour powered by Loni Sera Herbals. ആരാണ്? ഓക്കെ സർ, പേര് പറഞ്ഞോളൂ. മോഹൻ. ഡോക്ടറോട് സംസാരിച്ചോളൂ, ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ സർ, പറഞ്ഞോളൂ. ഡോക്ടർ കേൾക്കുന്നുണ്ട് സർ, തുടർന്ന് പറഞ്ഞോളൂ. എനിക്ക് 2 മക്കളാണ് മേഡം. 2 ട്യൂഷൻ പോയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ശരിക്കും പറഞ്ഞു കൊടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അഡിഷണലായിട്ട് ട്യൂഷൻ വയ്ക്കുന്നുണ്ട്. അപ്പൊ ട്യൂഷൻ വയ്ക്കുമ്പോൾ അതിലും അവർക്ക് അത്ര കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അപ്പൊ അത് നമ്മൾ ആക്ച്വലി ട്യൂഷൻ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് എങ്ങനെയെങ്കിലും ടോപ്പിക് കവർ ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളത്, അല്ലാതെ എങ്ങനെ പഠിക്കണമെന്നൊന്നും അവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇത് എങ്ങനെ പഠിക്കണമെന്ന് അറിഞ്ഞൂടാ. ശരിക്കും എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് ശരിയായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ള ട്രെയിനിങ് അവർക്ക് വേണം. അത് നമ്മുടെ സ്കൂളുകളിലൊന്നും അത് കൊടുക്കാറില്ല, അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചേഴ്സും അത് കൊടുക്കാറില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അവർക്ക് അത് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം. ഓരോ വിഷയങ്ങളും അവർക്ക് എളുപ്പത്തിൽ പഠിക്കാനുള്ള പല മാർഗങ്ങളുണ്ട്. അത് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് കുട്ടിക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇന്റലിജൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് പല രീതിയിലായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോ കുട്ടിയുടെയും ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കിയിട്ട് അവനെ അതുപോലെ പഠിപ്പിക്കാൻ മനസ്സിലാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ സർ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഇനി പഠിക്കുന്ന രീതിയെക്കുറിച്ച് പല രീതിയിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരി ഇൻട്രസ്റ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇത് എങ്ങനെ ഉണ്ടാക്കും? എങ്ങനെയാണ് ഒരു കുട്ടിക്ക് അതിനകത്ത് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക? പല ഏജിലുള്ള കുട്ടികളുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾ, +2 ലെവലിൽ വരെയുള്ള കുട്ടികൾ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇവരെ ഒരു കോൺസെൻട്രേഷനിലേക്ക് വരുത്താൻ പറ്റുന്നത്? കൊച്ചു ക്ലാസ്സിലാണെങ്കിൽ അവരെ നമുക്ക് കൂടുതലും കഥകളി കൂടെയും അത് നമ്മുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്തും, പിന്നെ കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലാണെങ്കിൽ കുട്ടികളെ അത് പഠിച്ചാലുള്ള അതിന്റെ ഗുണങ്ങളെ കുറിച്ച് അവർക്കൊരു ശരിക്കും ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു വിഷൻ അവർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതായത് ലക്ഷ്യം, ഓരോരുത്തർക്കും ഒരു ലക്ഷ്യം വേണമല്ലോ. മിക്ക ആൾക്കാർക്കും ഒരു ലക്ഷ്യം ഇല്ലാത്തവരായിട്ടാണ് കാണുന്നത്. അതായത് അവർക്ക് ജീവിതത്തിൽ എന്ത് വേണമെന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പൊ ആരെങ്കിലും ഒരു പറയും മോനെ എഞ്ചിനീയർ ആകാം,
അപ്പോൾ എനിക്ക് എന്താ ആവണ്ടേ, എനിക്ക് എഞ്ചിനീയർ ആവണം, പിന്നെ ഡോക്ടർ ആവണം, പിന്നെ പറയാം IAS ആവണം, പിന്നെ അങ്ങനെ ഒന്നിൽ മാറി വേറൊന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒന്നിലും ഒരു ഫോക്കസ് ഇല്ല. അപ്പോൾ അങ്ങനെ ഏതിലെങ്കിലും ശരിയായിട്ടുള്ളൊരു ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയുള്ള കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡോക്ടർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, വെൽക്കം ടു റിപ്പിൾ ടി ഈവനിംഗ് ആർ പവർഡ് ബൈ ലോണി സെറ ഹെർബൽസ്. ആരാണ്? ഹലോ ഹലോ സർ, ടിവിയുടെ വോളിയം കുറച്ച് വെക്കുക. ദയവായിട്ട് ഫോണിലൂടെ സംസാരിക്കുക. സർ സംസാരിച്ചോളൂ, പറഞ്ഞോളൂ സർ. ടിവിയിലേക്ക് ശ്രദ്ധിക്കാതെ പറഞ്ഞോളൂ. ഹലോ ഹലോ സർ പറഞ്ഞോളൂ സർ. ഹലോ, എന്റെ കുട്ടിയുടെ ഡോക്ടറോട് സംസാരിക്കാനാണ്. അതെ, പേര് പറഞ്ഞോളൂ, എവിടുന്ന് വിളിക്കുന്നു? എന്റെ പേര് സന്തോഷാണ്. ഓക്കെ, ഹലോ സംസാരിച്ചോളൂ, പറഞ്ഞോളൂ സർ, പറഞ്ഞോളൂ. കട്ടായി തോന്നുന്നു. ദയവായി വിളിക്കുന്ന പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിലൂടെ സംസാരിക്കുക. ദയവായി ടിവിയിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക, അല്ലെങ്കിൽ കോൾ കട്ടായി പോകും. നമ്മൾ പറഞ്ഞത് കുട്ടികൾക്കൊരു ഫോക്കസ് കൊടുക്കുക, അവർക്കൊരു വിഷൻ ഇല്ല. അപ്പം കുട്ടികളോട് ശരിക്കും അവർക്ക് ആ വിഷൻ ശരിയായിട്ട് ആ ഒരു പിക്ചറൈസ് ചെയ്താൽ, മനസ്സിൽ പിക്ചറൈസ് ചെയ്താൽ മാത്രമേ അവർക്ക് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ വരണമെങ്കിൽ നമുക്ക് ആ ലക്ഷ്യം ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അതിന് നമുക്ക് കുട്ടിയെ കൊണ്ട് വിഷൻ ബോർഡ് എന്നൊരു കാര്യം ഉണ്ടാക്കിക്കാം. അവരുടെ വിഷൻ ഇപ്പം അവർക്ക് ഒക്കെ ചില വലുതാകുമ്പോൾ എന്താണ് വേണ്ടത്, അവർ ഏത് ഡിഗ്രിയാണ് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ ലൈഫ് സ്റ്റൈലാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാറാണ് വേണ്ടത്, അങ്ങനെയൊക്കെ കുട്ടി. അപ്പം അതെല്ലാം ഒരു ബോർഡിനകത്ത് നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള പടങ്ങളൊക്കെ വെട്ടി ഒട്ടിച്ചിട്ട് അതിൽ അവൻ്റെ ഒരു പടവും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ അവൻ നേടിയതായിട്ടുള്ള ഒരു പിക്ചറൈസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും. അത് കാണുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഗോൾസ് എഴുതുക, നമുക്ക് ഇന്നതാവണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നേടണം. ആ ഗോൾസ് എഴുതിയിട്ട് അതൊരു കാർഡിലിട്ടിട്ട് നമ്മൾ പോക്കറ്റിൽ എവിടെയെങ്കിലും ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണത്തക്ക വിധത്തിലോ ഒന്ന് ടച്ച് ചെയ്യത്തക്ക വിധത്തിലോ അങ്ങനെ വേണമെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കാം. അപ്പോൾ പിന്നെ കുട്ടിക്ക് ആ ഒരു അത് നേടണം എന്നുള്ള ആഗ്രഹം വരുമ്പോഴത്തേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് പതിയും, ശരിക്കും ഫീഡ് ചെയ്ത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതവിടെ കോൺഷ്യസ് മൈൻഡിൽ വരത്തുള്ളൂ. അത് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് ചെയ്യത്തുള്ളൂ. നമ്മുടെ ഹാബിറ്റ്സും നമ്മുടെ മെമ്മറീസും നമ്മുടെ ഇമോഷൻസ് എല്ലാം സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഡോക്ടർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ ഹലോ, വെൽക്കം ടു റിപ്പിൾ ടി ഈവനിംഗ് ആർ പവർഡ് ബൈ ലോണി സെറ ഹെർബൽസ്. ആരാണ്? ഞാൻ മിസ്സസ് ജോൺ ആണ്. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു? കൊച്ചിന്ന് വിളിക്കണേ. സംസാരിച്ചോളൂ. എന്റെ മൂത്ത മോന് 7th സ്റ്റാൻഡേർഡ് അല്ല. ഓക്കെ. ആൻഡ് അവനാണെങ്കിൽ ഭയങ്കര പിരിപ്പിരിപ്പറ. ഹലോ, പറഞ്ഞോളൂ. ഭയങ്കര പിരിപ്പിര, ഒരു സ്ഥലത്തിൽ ഇരിക്കത്തില്ല. എപ്പോഴും പഠിക്കാൻ ഇരിക്കുമ്പോൾ എപ്പോഴും ചാടി ഒരു സ്ഥലത്ത് ഒരു ചെറിയ ബ്രദർ ഉണ്ട്, അവന്റെ കൂടെ കളിക്കാൻ പോകും. അപ്പൊ എങ്ങനെ അവനൊന്ന് ഫോക്കസ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് എനിക്ക് കുറച്ചും കൂടി പഠിപ്പിക്കാൻ ഇച്ചിരി ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവനൊരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? ഇരിക്കാന്ന് വെച്ചാൽ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ. 10-11 വയസ്സ് കാണത്തുള്ളല്ലോ. 11 ഇയേഴ്സ്. അപ്പം ആ 11 ഇയേഴ്സ് ഉള്ള കുട്ടി ബ്രദറും 7 ഇയേഴ്സാ. അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണം. അത് അവര് കളിക്കുന്ന പ്രായമാണ്, അവര് കളിക്കട്ടെ, അവര് കളിക്കണം. പക്ഷെ ഒരു കൃത്യസമയത്ത് മോനെ, ഒരു കൃത്യസമയത്ത് നമുക്ക് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് നീ കളിച്ചോളൂ. ആ ഫ്രീഡം കൊടുക്കണം. അല്ലാതെ എപ്പോഴും പഠിക്കണമെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു കൃത്യസമയത്ത് നമ്മൾ ഇരിക്കുക, അത് കഴിഞ്ഞ് നീ കളിച്ചോളൂ, എന്ത് വേണേലും ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഇരുത്തിയിട്ട് നമ്മളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു 8ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ മാം, താങ്ക്സ് ഫോർ കോളിംഗ്. അതുപോലെ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് താരതമ്യം. കുട്ടികൾക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യമാണ് കമ്പാരിസൺ. ഇന്ന ആള് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നിന്റെ അതേ പ്രായമല്ലേ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടി പഠിക്കുന്നുണ്ട്. കുട്ടികൾ എപ്പോഴും വളരെ ദേഷ്യത്തോടെ കാണുന്ന ഒരു കാര്യമാണ്.
അത് ശരിക്കും അല്ല, ഒരിക്കലും നല്ലതല്ല. പേരൻസിന് ശരിക്കും ഓരോ കുട്ടിക്കും ഓരോ കഴിവുകളാണ്. അപ്പോൾ നമ്മൾക്ക് തന്നെ 2 or 3 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് 3 പേർക്കും പല പല കഴിവുകളായിരിക്കും. അപ്പോൾ ഓരോ കുട്ടിക്കും ഒരു കുട്ടിയുടെ കഴിവായിരിക്കത്തില്ല മറ്റേ കുട്ടിക്കുള്ളത്. അപ്പോൾ രണ്ടുപേരെ ഒരുമിച്ച് കമ്പയർ ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇന്റലിജൻസ് നമ്മളിപ്പോൾ വിചാരിക്കും, കണ്ടില്ല അവന് എല്ലാത്തിനും 100-ൽ 90 മാർക്കല്ലേ, 95 മാർക്കാ, നിനക്കെന്താ ഇങ്ങനെ, നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അവനെക്കുറിച്ചുള്ള സെൽഫ് കൺസെപ്റ്റ് മോശമായിട്ട് വരും. അതേസമയം ഇവന് ചിലപ്പം പഠിത്തത്തിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കാഡമിക് സ്കില്ല് കുറവാണെങ്കിലും അവന് വേറെ ഇന്റലിജൻസ് കൂടുതലായിട്ട് കാണുമായിരിക്കും. ഒന്നെങ്കിൽ ചിലപ്പോൾ മ്യൂസിക്കൽ ഇന്റലിജൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. എനിക്ക് തോന്നുന്നു അതിലേക്ക് കൂടുതൽ വിശദമായിട്ട് വരാൻ നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, വെൽക്കം ടു റിപ്പിൾ ടി ഈവനിംഗ് അവർ പവർഡ് ബൈ ലോണി സെറ ഹെർബൽസ്. എന്റെ പേര് കവിത എന്നാണേ. എവിടുന്ന് വിളിക്കുന്നു? തിരുവനന്തപുരത്ത് നിന്നാണേ. ഡോക്ടറോട് സംസാരിച്ചു. അപ്പൊ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടായത്. എന്റെ മോൻ ഇപ്പൊ 10ാം ക്ലാസ് പാസ്സായി. അപ്പൊ കുറച്ചു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. NLP കോഴ്സ് എന്നെന്തോ ഞാൻ കേട്ടത്, നേരെ കേട്ടില്ല. അപ്പൊ അതിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിപ്പം NLP നമ്മള് കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക കോഴ്സ് ഉണ്ട്. ആക്സിലറേറ്റഡ് ലേണിംഗ് എന്നാണ് പറയുന്നത്. അതായത് സ്റ്റഡി സ്കിൽസ്, എങ്ങനെ പഠനം വളരെ രസകരവും ഈസിയും ആക്കാമെന്നുള്ളത്, അതിനുള്ളൊരു കോഴ്സാണത്. 2 ദിവസമാണ്. 2 ദിവസത്തെ കോഴ്സാണ്. ഹലോ മാഡം, കേട്ടൂടാ എനിക്ക്? 2 ദിവസത്തെ കോഴ്സാണ്. 2 ദിവസത്തെ കോഴ്സാണ്. അതെ. അത് 2 ദിവസത്തെ കോഴ്സാണ്. എങ്ങനെ പഠനം കൂടുതൽ രസകരമാക്കാം എന്നതിനെ കുറിച്ചാണ് 2 ദിവസം ഫുള്ളായിട്ട് കുട്ടികളുമായിട്ട് സംവദിക്കുന്നത്. അതെ, ഓക്കെ. അപ്പൊ മാഡം ട്രിവാൻഡ്രത്തിൽ എവിടെയാ ഉള്ളേ? മ്യൂസിയം നന്ദൻകോട് റോഡിലാണ് സക്സസ് പോയിന്റ്. ഓക്കെ, കേൾക്കാമോ? മ്യൂസിയം നന്ദൻകോട് റോഡ്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, ഇപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഈ കമ്പാരിസനെ കുറിച്ചാണ്. കുട്ടികൾക്ക് ഇഷ്ടമല്ല. പക്ഷെ പിന്നെ എങ്ങനെയാണ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക? ഈ പറഞ്ഞ മാതിരി കമ്പാരിസൺ ഏത് രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്? അല്ല, അപ്പൊ ഓരോ കുട്ടിക്കും ഉള്ള കഴിവ് നമ്മൾ അത് അംഗീകരിക്കണം, അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, അവരുടെ ഇന്റലിജൻസ് നമ്മൾ തിരിച്ചറിയണം. അവരുടെ ഏതെങ്കിലും ഒരു ഇന്റലിജൻസ് മാത്രമല്ല ഒരാളിനുള്ളത്, പല ഇന്റലിജൻസ് ഉണ്ട്. അപ്പം ഇപ്പം തന്നെ നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് ഇപ്പം എന്തെല്ലാം സ്റ്റഡീസ് നടത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ ബ്രെയിൻ എത്ര കപ്പാസിറ്റി, അൺലിമിറ്റഡ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ള കാര്യം നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കിയിട്ട് അത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവൻ്റെ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനും അവൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി, അല്ലെങ്കിൽ റൈറ്റ് ബ്രെയിൻ ഓറിയൻറ്റഡ് ആയിരിക്കും, ലെഫ്റ്റ് ബ്രെയിൻ ഓറിയൻറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ലെഫ്റ്റ് ബ്രെയിൻ ആണെങ്കിൽ കുറച്ചുകൂടെ ലോജിക്കൽ തിങ്കിങ് ആയിരിക്കും. അതായത് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും സീക്വൻഷ്യലായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടുമാണ് ലോജിക്കൽ ആൾക്കാർക്ക് അറിയേണ്ടത്. മറ്റേ നേരെ ഓപ്പോസിറ്റാണ്. അവർക്കെല്ലാം ഒരു ഓവറോൾ വ്യൂവും ക്രിയേറ്റിവിറ്റി ഉള്ള ബ്രെയിൻ ആയിരിക്കും. അപ്പം ചിലപ്പോൾ ചില കുട്ടികൾ ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അവർ ആർട്ടിലും മറ്റേ കലാപരമായ കുറച്ച് ഇതൊക്കെ കാണും. പിന്നെ അത് കാണും. പക്ഷെ മറ്റേവർ ചിലപ്പം സയൻസിലും കണക്കിലും ഒക്കെ മിടുക്കരായിരിക്കും. അപ്പൊ പക്ഷെ ഡോക്ടർ നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, വെൽക്കം ടു റിപ്പിൾ ടി ഈവനിംഗ് അവർ പവർഡ് ബൈ ലോണി സെറ ഹെർബൽസ്. ഹലോ, ടിവിയുടെ വോളിയം കുറച്ച് വയ്ക്കുക, ഫോണിലൂടെ സംസാരിക്കുക. ഹലോ, ടിവിയുടെ വോളിയം കുറച്ച് വയ്ക്കുക, ദയവേത് ടിവിയുടെ വോളിയം കുറച്ച് വയ്ക്കുക. ഹലോ, പറഞ്ഞോളൂ. ഇത് ആരാണ് സംസാരിക്കുന്നത്? ദയവായിട്ട് വിളിക്കുന്ന പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിലൂടെ സംസാരിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ സാധില്ല, കോള് കട്ടായി പോകും. ചോദിക്കാനുള്ള നല്ലൊരു അവസരമാണ് നഷ്ടമായി പോകുന്നത്. അതുകൊണ്ട് ദയവേത് ടിവിയുടെ വോളിയം കുറച്ച് വെക്കുക. ഓക്കെ ഡോക്ടർ, നമുക്ക് അതുപോലെ ഇപ്പൊ നമ്മൾ കമ്പാരിസനെ കുറിച്ച് പറഞ്ഞു, അവരുടെ കോൺസെൻട്രേഷൻ, ഇപ്പൊ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു. പലതരം ഇന്റലിജൻസ് ഉണ്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ മാതിരി പല കുട്ടികളും ഒരേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരേ വീട്ടിലുള്ള കുട്ടികൾ പല രീതിയിലായിരിക്കും അവരുടെ സ്കിൽസ് വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ശരിക്കും ഒരേ വീട്ടിലല്ലേ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഒരേപോലെ മിടുക്കര അല്ലെ ഒരേപോലെ മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾ പോലും ചിലപ്പം പല ലെവലിലായിരിക്കും ജീവിതത്തിലോട്ട് എത്തുന്നത്. അതിന് ഒരുപാട് സ്കിൽസിന്റെ വ്യത്യാസമാണ്. അത് നമുക്ക് മൈൻഡ് സെറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ആ മൈൻഡിലെ ബ്ലൂ പ്രിന്റ് എന്ന് പറയാം. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതെല്ലാം മാറ്റാൻ പഠിക്കും. പക്ഷെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരെണ്ണത്തെ ഇന്റലിജൻസ് കുറവാണെങ്കിൽ നമുക്ക് അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഡോക്ടർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, വെൽക്കം ടു റിപ്പിൾ ടി ഈവനിംഗ് അവർ പവർഡ് ബൈ ലോണി സെറ ഹെർബൽസ്. ആരാണ്?
മാഡം ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ സാർ, പേര് പറഞ്ഞോളൂ. എന്റെ പേര് ജയേഷ് എന്നാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. മാഡം ഞാൻ ഒരു കാര്യം, ഞാൻ ഏട്ടന്റെ മോന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവര്. ഓക്കെ, ഹലോ, പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഓക്കെ, എന്താണ് പ്രശ്നം? എന്താണ് സാർ? അപ്പം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പഠിക്കുന്നതിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന് പ്രശ്നം. ബാക്കിയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ കളിയില് മറ്റേ മൊബൈൽ ഗെയിം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് ജീനിയസാണ്. പക്ഷെ ഒരു പഠിത്തത്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല അവനൊരു, അങ്ങനെ ഒരു പ്രശ്നം. മറ്റുള്ള കാര്യത്തിലൊക്കെ അവന് നല്ല താല്പര്യമുണ്ട്, ഇതിനകത്ത് താല്പര്യം ഇല്ല. ഇതെന്തോ വിരസമായൊരു കാര്യമായിട്ടാണ് അവന് തോന്നുന്നത്. അപ്പൊ അതിൽ താല്പര്യം നമ്മൾ ഉണ്ടാക്കണം. അതിൽ താല്പര്യം ഉണ്ടാക്കിയാൽ മാത്രമേ അവൻ അതിൽ ഇൻട്രസ്റ്റ് അത് ശരിക്കും ചെയ്യത്തുള്ളൂ, കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് കുട്ടിക്ക് താല്പര്യം ജനിപ്പിക്കേണ്ടത്? താല്പര്യം ജനിപ്പിക്കണമെങ്കിൽ അതിന് നമ്മളും കൂടെ അതിൽ അവരെ സഹായിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് എന്തിനാണ് ഇത് പഠിക്കുന്നത്, എന്തിനാണ് ഓരോ വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഇത് നമ്മൾ കുട്ടികൾ വിചാരിക്കുന്നത് എന്തിനാ, ഇത് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് ഉള്ളൊരു കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. മാർക്ക് മേടിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, മാർക്ക് മേടിച്ചില്ലെങ്കിൽ ഇഷ്ടമില്ല, അല്ലെങ്കിൽ തല്ല് കിട്ടും, അത്രയൊക്കെ അവർക്ക് അറിയത്തുള്ളൂ. അല്ലാതെ ഇത് പഠിക്കുന്നത് അങ്ങനെയല്ലേ മാഡം. അതായത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പൊ പഠിക്കുന്നത് ഒരു വശം, പഠിക്കുന്നത് ഒരു കാര്യം, അതിനേക്കാളും ഉപരി നമ്മൾ ഏതൊരു കാര്യം മീൻസ് അതിന്റെ കളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഭക്ഷണം കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടോ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അത് അവൻ അംഗീകരിക്കാൻ അവന് ബുദ്ധിമുട്ട്, മീൻസ് അത് അനുസരിക്കാൻ ബുദ്ധിമുട്ട്. ബാക്കി അവനായിട്ട് എന്ത് തോന്നുന്നോ അതെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യും. നമ്മളൊരു കാര്യം അവനോട് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യമോ നടക്കുന്നില്ല, അവനായിട്ട് തോന്നിയാൽ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഏതൊരു കാര്യത്തിലും പഠിക്കുന്നതൊരു കാര്യം ഒരു വശം, ബാക്കിയുള്ള കാര്യങ്ങളിലും ഭക്ഷണത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ ശരി, അല്ലെങ്കിൽ വേറെ ഏത് കാര്യങ്ങളിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം. അത് നിങ്ങൾ എങ്ങനെയാണ് അവനോട് പറയുന്നത് എന്നുള്ള രീതിയാണ്. ആ രീതി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ രീതി മാറ്റണം. ഇപ്പൊ പറയുന്ന രീതിക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ നമുക്ക് ആ അപ്രോച്ച് മാറ്റി അവനോട് സംസാരിക്കാൻ അറിയണം, എന്നാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു പക്ഷേ നെഗറ്റീവായിട്ടായിരിക്കും, ആ കുട്ടിയോട് അത് പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞ് അവൻ കുറച്ചുകൂടെ അനുസരിക്കുമായിരിക്കും. മിക്കവാറും കുട്ടികളോട് അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ അവർക്ക് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതായിരിക്കണം നമ്മൾ വ്യക്തമായിട്ട് പറയേണ്ടത്. അല്ലാതെ ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർക്കത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ടുണ്ടാകും. അതായത് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയല്ല, മീൻസ് അതായത് അവനിപ്പോ പഠിക്കാന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞോളൂ സാർ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, പറയുന്നതായിട്ട് അവന് പഠിക്കാൻ, അതായത് എന്നെ കൊണ്ട് അവന്റെ മൈൻഡ് എങ്ങനെ ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല, മീൻസ് പഠിക്കാൻ എന്നെ കൊണ്ട് കഴിവില്ല, അന്ന് അവൻ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചു. പറഞ്ഞിട്ടും അതിനൊരു ചേഞ്ച് വരുന്നില്ല. അത് നമ്മൾ മാറ്റണം. അത് അവന്റെ കഴിവിനെ കുറിച്ച് അറിഞ്ഞൂടെ, അവനവിടെ ഒരു വിശ്വാസം അവിടെ എങ്ങനെ ഉറച്ചുപോയി, എനിക്ക് പറ്റത്തില്ല. അപ്പൊ അവന്റെ മനസ്സിൽ അവൻ സ്വയമായിട്ട് പറയുന്നത് എനിക്കത് പറ്റത്തില്ല. അപ്പൊ അവനെ കൊണ്ട് തന്നെ എനിക്ക് പറ്റും എന്ന് മാറ്റി പറയിക്കുകയും അത് കുറെ പ്രാവശ്യം അവനെ കൊണ്ട് ചിന്തിപ്പിക്കണം. എനിക്ക് പറ്റും, നിനക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല, മോൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പോൾ ഇതും പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസം അവനിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവന്റെ ആ പഴയ വിശ്വാസത്തിനെ മാറ്റണം, നമ്മൾ പഴയ വിശ്വാസം മാറ്റണം. ഓക്കെ, അതെ മാഡം, അതാ ഞാൻ ചോദിച്ചത്. അതിന് എന്തെങ്കിലും ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ മാറ്റി കൊടുക്കാം. ഓക്കെ സാർ, താങ്ക്സ് ഫോർ കോളിംഗ്. ഇന്റലിജൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പല കുട്ടികൾക്കും പല ഇന്റലിജൻസ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ എന്തെങ്കിലും മെഷർ, ഇപ്പൊ ചില സ്ഥലങ്ങളിൽ IQ, ഇന്റലിജൻസ് കോഷ്യന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്റലിജൻസ് കോഷ്യന്റ് നോക്കിയിട്ട് കാര്യമല്ല. അതായത് ഇപ്പൊ ഒരു പെർഫോമൻസിന്റെ ബേസിസിലായിരിക്കും അവര് ശരിക്കും പറഞ്ഞ അക്കാഡമിക് പെർഫോമൻസിന്റെ ബേസിലാണ് സാധാരണ ഇന്റലിജൻസ് അവർ അളക്കുന്നത്. പക്ഷെ ഇപ്പൊ അതല്ലാതെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ നമുക്ക് ഇന്റലിജൻസ് പലതും ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പം ലിംഗ്വിസ്റ്റിക് ആയിട്ട് ലാംഗ്വേജിൽ നല്ല ടാലന്റ് ഉള്ളവരുണ്ട്, നല്ലതായിട്ട് സംസാരിക്കാനും നല്ലതായിട്ട് എഴുതാനും പറ്റും. പക്ഷെ അവർക്ക് ഒരുപക്ഷെ മാത്സിലോ സയൻസിലോ ഒന്നും അത്ര ഇന്റലിജൻസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊരു ഇന്റലിജൻസ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു നല്ല ഇന്റലിജൻസ് ആണ്. അതുപോലെ വിഷ്വൽ ഇന്റലിജൻസ്, അതായത് സ്പേഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെ കുറച്ച് ഇമാജിൻ ചെയ്യാനുള്ള പിക്ചറൈസ് ചെയ്യാനുള്ള ഇന്റലിജൻസ് ഉള്ളവർ കാണും. അവർ ഇപ്പം ഒരു കാര്യം ഇല്ലാത്തതിനെ സങ്കല്പിച്ച് ചെയ്യാൻ പറ്റും അവർക്ക്.
പിന്നെ ഫിസിക്കൽ ഇൻ്റലിജൻസ്, ബോഡി കൊണ്ടുള്ള, അതായത് സ്പോർട്സുകാർ അല്ലെങ്കിൽ ആർക്കിടെക്ട്, അങ്ങനെ ഡാൻസേഴ്സ്, ആർട്ടിസ്റ്റ്, അവർക്കൊക്കെ ഫിസിക്കൽ ഇൻ്റലിജൻസ് ആണുള്ളത്. മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉണ്ട്. പിന്നെ ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ട്, അതായത് മറ്റുള്ളവരെ സോഷ്യൽ ടാലന്റ് എന്ന് പറയും. സോഷ്യലായിട്ട് കുറച്ചുകൂടെ ഇടപഴകാനും ആൾക്കാരോട് പെട്ടെന്ന് കീപ്പ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അതും ഒരു ഇന്റലിജൻസ് തന്നെയാണ്. ചിലർക്ക് അതിനൊരു പ്രത്യേക കഴിവാണ്. ഏത് ആൾക്കാരോടും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടപഴകാനും പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ളവർ അതിനെ പറ്റിയ ജോലികൾക്കൊക്കെ അവർക്ക് പോകാം. അതുപോലെ ഇൻട്രാപേഴ്സണൽ, അതുപോലെ സ്വന്തമായിട്ട് സ്വന്തം മൈൻഡിന്റെ കൺട്രോൾ ചെയ്യാനും സ്വന്തമായിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യാനും തീരുമാനിക്കാനും അവർക്ക് പ്രത്യേക ഒരു കഴിവായിരിക്കും. ഡോക്ടർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം തിരിച്ചു വരാം. ഹലോ, വെൽക്കം ടു റിപ്പിൾ ടി ഈവനിംഗ് ആർ പവർഡ് ബൈ ലോണിസെറ ഹെർബൽസ്. ആരാണ്? ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ, പാലക്കാട്ടെന്നാ വിളിക്കുന്നത്. ഓക്കെ, പേര് പറഞ്ഞോളൂ. എന്റെ മോള് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. സരിത. ഓക്കെ, ടിവിയിലേക്ക് ശ്രദ്ധിക്കാതെ ഫോണിലൂടെ സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. അപ്പം അവൾക്ക് ഇപ്പൊ പഠിക്കാൻ കുഴപ്പമില്ല, വലിയ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഓർമ്മക്കുറവ് പോലെ, പഠിച്ചതൊക്കെ ഇങ്ങനെ ശരിക്ക് മൈൻഡിൽ നിൽക്കാത്ത പോലെ ഒരു ഓർമ്മക്കുറവ്. അങ്ങനെ 3ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് ഓർമ്മക്കുറവൊന്നും വരാനുള്ള കാരണമൊന്നുമില്ല. പക്ഷെ ആ പഠിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ പഠിക്കുമ്പോൾ നമ്മളത് ശരിക്കും മനസ്സിലാക്കിയാണോ പഠിക്കുന്നത്, അത് പഠിച്ചതിന് ശേഷം കുട്ടി വീണ്ടും അതൊന്നുകൂടെ റിവ്യൂ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാറുണ്ടോ? ഏത് കാര്യം പഠിച്ചാലും ഒരു ദിവസത്തിനുള്ളിൽ അതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തില്ലെങ്കിൽ ഒരു 90% ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്, മറന്നു പോകാൻ സാധ്യതയുണ്ട്. അല്ല, 60% എങ്കിലും മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്നത്തെ ദിവസം തന്നെ അതൊന്ന് റിവൈസ് ചെയ്യണം ആവശ്യമുണ്ട്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും റിവൈസ് ചെയ്യണം. അപ്പോൾ ഈ റിവിഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രാവശ്യം അത് റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇന്ന് പഠിച്ചിട്ട് പുസ്തകം അടച്ചു വെച്ചിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് അതെടുക്കുകയാണെങ്കിൽ ആരായാലും മറന്നു പോകും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമുക്കിനി ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. റിപ്പിൾ ടി ഈവനിംഗ് ആർ പവർഡ് ബൈ ലോണിസെറ ഹെർബൽസിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്. Welcome back to Ripple Tea Evening Hour powered by Lonicera Herbals, co-sponsored by Lalitha Jewelry and Goodwin Jewelers and Kalashalingam University. നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ, വെൽക്കം ടു റിപ്പിൾ ടി ഈവനിംഗ് ആർ പവർഡ് ബൈ ലോണിസെറ ഹെർബൽസ്. ആരാണ്? ഹലോ, ഞാൻ സുനിത, ട്രിവാൻഡ്രത്തു വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ. ഹലോ, ഗുഡ് ഈവനിംഗ് മാം. ഗുഡ് ഈവനിംഗ്. ഹലോ, ഞാൻ എന്റെ മകൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോൾ. പക്ഷെ അവൻ അടങ്ങിയിരുന്നു. ഇന്ന് പഠിപ്പിക്കുന്നത് നാളെ ആകുമ്പോഴത്തേക്ക് അവൻ മറന്നു പോകും. ഇന്ന് പഠിക്കുന്ന നാളെ ആകുമ്പോഴത്തേക്ക് മറന്നു പോകും എല്ലാ വിഷയവും. ഞാൻ അത് രണ്ട് പ്രാവശ്യം പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അത് രാത്രിയാകുമ്പോൾ വീണ്ടും അവന്റെ ചോദിച്ചു കഴിഞ്ഞാൽ അവനറിയില്ല. ഒരു വൈകിട്ട് നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ അപ്പോഴും മറക്കും. ഇത് എക്സാമിന് എഴുതാൻ ഇതുപോലെയാണ്. അല്ല, പഠിച്ചു കഴിഞ്ഞിട്ട് അവന് മനസ്സിലായെന്ന് ഉറപ്പ് വരുത്താറുണ്ടോ? പഠിക്കുന്ന കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഇങ്ങനെ വിട്ട് പറയാറുണ്ട്. പിന്നെ ഈ ഒരു കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. ക്ലാസ്സിൽ സീറ്റിൽ അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു ശീലമില്ല. അത് കുഴപ്പമില്ല. ഹൈപ്പർ ആക്ടിവിറ്റി ഇപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമായിട്ട് ഇപ്പൊ പിള്ളേർക്ക് കാണുന്നതാണ്. അത് കുഴപ്പമില്ല. ഹലോ, അത് കുഴപ്പമില്ല. കുറച്ചൊരു 10-12 വയസ്സാകുമ്പോൾ അത് കുറഞ്ഞോളും. പക്ഷെ അതുവരെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവരെ കുറച്ചുകൂടെ താല്പര്യം എടുത്ത് പഠിപ്പിക്കണം. പിന്നെ അതുപോലെ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് മെമ്മറിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഹലോ പഠിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മെമ്മറിയിലോട്ട് കൊണ്ടുവരാനായിട്ട് മുകളിൽ വലതുവശത്തായിട്ട് നോക്കണം. ആദ്യം മുകളിൽ വലതുവശത്തായിട്ട് നോക്കിയിട്ട് അത് സങ്കല്പിക്കാൻ പറയണം. ഡോക്ടർ എന്തായാലും പറഞ്ഞോളൂ. മുകളിൽ വലത്തുവശത്തായിട്ട് അത് സങ്കല്പിച്ചിട്ട് പിന്നെ അത് അവിടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം നമ്മൾ ആദ്യമായിട്ട് സങ്കല്പിക്കുമ്പോൾ അത് മുകളിൽ വലത്തുവശത്തായിട്ട് അടിക്കണം നമ്മുടെ കണ്ണ് പോകുന്നത്. പിന്നെ അതിനെ ഇടത്തുവശത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ ഇടത്തുവശത്താണ് മെമ്മറി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർക്കണമെന്നുണ്ടെങ്കിൽ കുട്ടിയോട് മുകളിൽ ഇടത്തുവശത്തേക്ക് നോക്കാൻ പറഞ്ഞാൽ അവന് കുറച്ചുകൂടെ എളുപ്പം അത് ഓർമ്മിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഐ മൂവ്മെന്റ്സും നമ്മുടെ
തിങ്കിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട്. അതൊക്കെ കുറച്ച് മനസ്സിലാക്കി നമുക്ക് പഠിപ്പിക്കാം അവനെ. അങ്ങനെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മെമ്മറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത്, അതൊക്കെ നമുക്ക് പഠിപ്പിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത്. എങ്ങനെയാണ് ഈ പഠിച്ച കാര്യങ്ങൾ മെമ്മറിയിലേക്ക് കൊണ്ടുവരിക? പഠിച്ച കാര്യങ്ങൾ ശരിക്കും നമ്മളിപ്പം താഴോട്ട് ഇപ്പോൾ പല നമ്മുടെ മെമ്മറി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ, ആ മെമ്മറി ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കണ്ണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അപ്പിലേക്ക് പോകുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് അത് ആ പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു പിക്ചറായിട്ടാണ് നമ്മളത് കണ്ടു പഠിക്കുന്നതെങ്കിൽ അത് ആദ്യം വലത്തുവശത്താണെങ്കിൽ അത് കണ്ടതിന് ശേഷം അത് ഇടതുവശത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ മെമ്മറിയിൽ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ മെമ്മറി വീണ്ടും ഓർക്കണമെങ്കിൽ ഇടതുവശത്തോട്ട് നോക്കണം. അല്ല നമ്മളിപ്പോൾ താഴോട്ടൊക്കെ നോക്കി ഇരുന്നാൽ വലിയ പാടാ അത് പഠിക്കാൻ. അങ്ങനെ ശരിക്കും ഫീലിംഗ് ആക്സസ് ചെയ്യുന്നവർ എപ്പോഴും താഴോട്ടാണ് നോക്കുന്നത്. ചില കുട്ടികൾ കൈനസ്തെറ്റിക് ആയിട്ടുള്ള ആൾക്കാർ താഴോട്ടാണ് നോക്കുന്നത്. അപ്പൊ അവർക്ക് അത് മെമ്മറി കിട്ടാൻ പ്രയാസമുണ്ട്. ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഇതിനെ കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, കോളർ കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ മെമ്മറൈസ് ചെയ്യുന്നതിനെ കുറിച്ച് വേറെ എന്തെല്ലാം ടെക്നിക്സ് ഉണ്ട് നമുക്ക് മെമ്മറൈസ് ചെയ്ത് വയ്ക്കാൻ? മെമ്മറൈസ് ചെയ്യാനായിട്ട് ശരിക്കും നമുക്ക് ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ ഒരു മൈൻഡ് മാപ്പിംഗ് എന്നൊരു ടെക്നിക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ ആ പാഠത്തിനകത്ത് പ്രധാന പോയിന്റ്സ് എല്ലാം നമുക്ക് ഒരു വിഷ്വൽ ഒരു ഡിസൈൻ ആക്കി വെക്കാം. അതായത് ഇപ്പൊ 10 പേജാണെങ്കിലും അത് ഒറ്റ പേജിനകത്ത് നമുക്ക് ഒരു കാഴ്ചയ്ക്ക് ഭംഗിയുള്ള രീതിയിൽ നമ്മൾ അതിനെ ഒരു പിക്ചർ പോലെ ആക്കി, അതായത് സെൻട്രൽ ടോപ്പിക്കിന്റെ പേര്, പിന്നെ ഓരോ ബ്രാഞ്ചസ് ആയിട്ട് അതിന്റെ മെയിൻ ടോപ്പിക്സ്, അതിന്റെ സബ് ബ്രാഞ്ചസ് ആയിട്ട് ഓരോ വാക്കിലോ അല്ലെങ്കിൽ സിമ്പിൾസ് ആയിട്ട്, ഇപ്പൊ പടം വരയ്ക്കാനൊക്കെ അറിയാവുന്ന കുട്ടികൾക്ക് അത് ഓർമ്മിപ്പിക്കത്തക്ക വിധത്തിലുള്ള സിമ്പിൾസ് ആയിട്ട് വരച്ചു വെക്കാം. അല്ലെങ്കിൽ വാക്കുകൾ തന്നെ ഓരോ വാക്കുകളിട്ട് എഴുതാം. വിശദമായി വരാൻ നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ വെൽക്കം ടു ട്രിപ്പിൾ ടി ഈവനിംഗ് ആർ പവർഡ് ബൈ ലോണിസറ ഹെർബൽസ്. ആരാണ്? ഗുഡ് ഈവനിങ്, എന്റെ പേര് കവിത. ഓ, എവിടുന്ന് വിളിക്കുന്നു? എറണാകുളം. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഞാൻ 9th പഠിക്കുന്ന ഞാൻ ഇപ്പം മാത്സ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് എനിക്ക് 40 minutes ടൈം. അപ്പം എഴുതുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ ചെയ്തു പോകുമ്പം എന്റെ പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ തെറ്റി പോറുണ്ട്. വീട്ടിൽ വന്നിട്ട് അത് ഒന്നുകൂടി ഞാൻ ചെയ്യുമ്പം സമയം ഒരു ക്വസ്റ്റിന് 10 minutes ഒക്കെ അടിച്ച് ചെയ്യുമ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് കിട്ടാറുണ്ട്. 10 minutes ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. എക്സാമിന്റെ സമയത്ത് എനിക്കത് എഴുതാൻ പറ്റുന്നില്ല. അത് നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ റിഹേഴ്സ് ചെയ്യണം. വീട്ടിൽ വെച്ച് തന്നെ അത് റിഹേഴ്സ് ചെയ്യണം. നമ്മൾ എക്സാം എഴുതുന്നതിന്. ഹലോ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നമ്മൾ എക്സാം എഴുതുന്നതിന് മുമ്പ് അത് മനസ്സിൽ റിഹേഴ്സ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത്, ആൻസർ ചെയ്യുന്നത് ഒക്കെ നമ്മൾ റിഹേഴ്സ് ചെയ്യണം. നമ്മളിപ്പോ കുറച്ച് ആൻസർ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്തു നോക്കാമല്ലോ. നമ്മൾ ഓരോ സമയം എടുത്ത് ചെയ്തു നോക്കാം. ചെയ്ത് നോക്കിയിട്ട് അതിനിപ്പം നമുക്ക് വീട്ടിൽ വെച്ചെടുക്കുന്ന സമയം തന്നെ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. ഇയാൾക്കൊരു ചെറിയ ടെൻഷൻ കാണും. എക്സാം ആകുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ കാണും. ഇത് എഴുതാൻ പറ്റുമോ, എനിക്ക് സമയം തികയുമോ എന്നൊക്കെയുള്ളൊരു സംശയവും ഉള്ളിൽ അത് പറയുന്നുണ്ടായിരിക്കും. അത് എനിക്ക് പറ്റത്തില്ല, തെറ്റിപ്പോവും എന്നുള്ള മനസ്സിൽ അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും പരീക്ഷ എഴുതാൻ പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ല, വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ ശരിക്കും ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. കേട്ടോളൂ, ടിവിയിലേക്ക് ശ്രദ്ധിച്ചോളൂ. വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ ടെൻഷൻ ഇല്ലാത്തതുകൊണ്ടാണ് വീട്ടിൽ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് പരീക്ഷ എഴുതാനായിട്ട് പോകണം. റിലാക്സ്ഡ് ആയിരിക്കണം. എനിക്കെല്ലാം തെറ്റാതെ ചെയ്യാൻ പറ്റും എന്നുള്ള ആ കോൺഫിഡൻസോടുകൂടി പരീക്ഷ എഴുതാൻ പോകണം. അതിന് നമ്മളിപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ മാറ്റാനായിട്ട് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് പതുക്കെ എക്സൈൽ ചെയ്ത് 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് ഐ എം കാം ആൻഡ് റിലാക്സ്ഡ്, എനിക്ക് നല്ല ഞാൻ റിലാക്സ്ഡ് ആണ്, എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് വേണം പരീക്ഷ എഴുതാൻ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ചിന്തിക്കാനും എഴുതാനും പറ്റും. അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ കാരണം ഉള്ള കാര്യം കൂടെ മറന്നുപോകും, ചിലപ്പോൾ പലതും തെറ്റിപ്പോവും. ആ ടെൻഷൻ കൊണ്ടാണ് തെറ്റുന്നത്. അപ്പോൾ ആ ടെൻഷൻ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ശരിക്കും പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ ഡോക്ടർ, അപ്പൊ നമ്മള് മെമ്മറി ടെക്നിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അത് ഓർത്തിരിക്കുന്നതിനെ കുറിച്ച് അത് പിക്ചറൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് 10 പേജ് ആണെങ്കിൽ അതിന്റെ മെയിൻ പോയിന്റ്സ് അല്ലേ. ഇപ്പൊ നമുക്ക് ഒരു പരീക്ഷയുടെ തലേ ദിവസം നമുക്ക് എല്ലാം വായിക്കാൻ
സമയം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കുകയാണ്. അതായത് ഒരു പ്രധാന അതിന്റെ ഓരോ ബ്രാഞ്ചസ് മെയിൻ ടോപ്പിക്ക് നടുക്കെഴുതിയിട്ട് ഓരോ ബ്രാഞ്ചസ് ആയിട്ട് നമ്മൾ ഓരോ കളറിൽ ഇടണം. ഒന്ന് ഗ്രീൻ ആണെങ്കിൽ, ഒന്ന് റെഡ് ആണെങ്കിൽ, ഒന്ന് യെല്ലോ ആണെങ്കിൽ പല കളറിൽ ഇട്ടിട്ട് എന്നുവെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ മെമ്മറിയിലോട്ട് പതിയുന്നത് ഈ വിഷ്വൽസ് ആയിരിക്കും. അപ്പം അതിനെ നല്ലൊരു പിക്ചർ ആക്കിയിട്ട് കുറച്ച് സിമ്പിൾസോ വേർഡ്സോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരത്തക്ക വിധത്തിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി കഴിഞ്ഞാൽ ആകെ അത് ഓർമ്മ വരും. അങ്ങനെ നമ്മൾ മൈൻഡ് മാപ്സ് ഉണ്ടാക്കി വെച്ചാൽ പരീക്ഷയുടെ തലേ ദിവസമൊക്കെ ഒന്ന് ഈ മൈൻഡ് മാപ്പ് ഒന്ന് മറിച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. അതുപോലെ നമ്മൾ റിവൈസ് ചെയ്യുന്നതും വളരെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും അന്നത്തെ ദിവസം തന്നെ വിത്തിൻ 24 hours ഒരു പ്രാവശ്യം റിവൈസ് ചെയ്യണം. അതിനധികം സമയം എടുക്കേണ്ട, ഒരു 5-10 മിനിറ്റ് എടുത്ത് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വേണം കിടക്കാൻ. എന്നിട്ട് പിറ്റേ ദിവസം ഇല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം വീണ്ടും ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. പിന്നെ ഒരു തേർഡ് ഡേ അല്ല, പിന്നെ ഒരു 6th ഡേ, പിന്നെ അങ്ങനെ കുറെ നാളങ്ങനെ റിവിഷൻ ചെയ്യണം. അതിന് സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നാണ് പറയുന്നത്. അപ്പം അതിന് അടുത്ത സാധാരണ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 2-3 ചാപ്റ്ററുകളൊക്കെ നല്ല തറവായിരിക്കും. പിന്നെ വരുന്ന ചാപ്റ്ററുകളൊക്കെ കുറച്ച് മോശമായിരിക്കും. ഏറ്റവും അവസാനമുള്ള ഒട്ടും അറിയത്തില്ലായിരിക്കും. അതെന്ന് വെച്ചാൽ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് റിവൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ എടുത്ത് പഠിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ബോക്സിൽ അടയാളപ്പെടുത്തണം. ഡോക്ടർ, നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കും. ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, വെൽക്കം ടു റിപ്പിൾ ടി ഈവനിംഗ് ആർ പവർഡ് ബൈ ലോണി സെറ ഹെർബൽസ്. ആരാണ്? ഹലോ, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഓക്കെ, എന്താണ് പേര്? എന്റെ മോള് +2 പഠിക്കുന്നതാണ്. ഓക്കെ, ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് സംസാരിച്ചു. പക്ഷെ ഇപ്പം +2 ഹോസ്റ്റലിൽ നിർത്തിയപ്പോഴത്തേക്ക് ചെറിയ ഡള്ളായി തുടങ്ങിയിരിക്കുന്നു. അത് പല കാരണങ്ങളുണ്ടായിരിക്കും. മോളടുത്ത് കേട്ടപ്പോ പറയുന്നത്, പറയൂ, ടിവിയിൽ ശ്രദ്ധിക്കാതെ പറയൂ. പഠിക്കാനായിട്ട് മാറി താമസിച്ചാണ് പഠിക്കാൻ ബുദ്ധിമുട്ടെന്നൊക്കെ പറയും. വീട്ടിൽ നിന്ന് മാറി താമസിച്ചതുകൊണ്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് മാറി താമസിക്കുമ്പോഴുള്ള ആ ഒരു ഫെമിലിയാരിറ്റി വരാത്തതുകൊണ്ട് കുറച്ച് ദിവസം കാണുമായിരിക്കും. അല്ലാതെ പിന്നീട് നമ്മൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവരുടെ മനസ്സിൽ അവർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ഒരു പെട്ടെന്നൊരു പരിചയമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനൊരു പ്രശ്നം കാണും. പക്ഷെ നമ്മൾ ആ പഠിത്തത്തിന്റെ ആവശ്യകതയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ്റെ ആവശ്യം മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് തന്നെ അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അല്ലാതെ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ക്ഷീണമോ അതൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേറെ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. അതുപോലെ റിവിഷനെ കുറിച്ച്, സിസ്റ്റമാറ്റിക് റിവിഷനെ കുറിച്ച് പറഞ്ഞു. വേറെ എന്തെല്ലാം മെത്തേഡ്സ് ആണുള്ളത് റിവൈസ് ചെയ്യുന്നതിന്? അതുപോലെ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും നമ്മളത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി വേണം. ഇപ്പം നമ്മളൊരു കാര്യം ഇങ്ങനെ ടീച്ചർ പഠിപ്പിച്ചത് കൊണ്ട് അത് അതുപോലെ അങ്ങ് മഗപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും, ഇത് ശരിയാണോ ഇല്ലയോ എന്ന് അത് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി, അത് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് പല വിധത്തിലും അത് മനസ്സിലാക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടായിരിക്കണം. അതായത് കൂടുതൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് അതിന് എന്തൊക്കെ വഴികളുണ്ട്, അത് പല വഴികളുണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട്. ഇപ്പം നമ്മളിപ്പോൾ ടീച്ചർ പഠിപ്പിച്ചൊരു ബുക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ വായിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പം ഒന്ന് അല്ലെ ചില കുട്ടികൾക്ക് എഴുതി പഠിക്കണം, എന്ത് പഠിച്ചാലും എഴുതി പഠിക്കണം. അത് അവർക്ക് കുറച്ച് മറ്റുള്ള കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കാം. അതിന് അല്ലെങ്കിൽ വായിച്ച് പഠിക്കാം, എഴുതി പഠിക്കാം, വായിച്ച് പഠിക്കാം. ഇതുപോലെ നമ്മൾ എല്ലാ സെൻസസും ഉപയോഗിച്ചത് പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ അത് സ്ട്രോങ്ങർ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് പതിയും. ഓക്കെ ഡോക്ടർ, നമ്മുടെ മെമ്മറി മന്ത്രയുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഏതാണ്ട് ലാസ്റ്റ് പാർട്ടിലേക്ക് വരികയാണ്. അതിനു മുമ്പ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ടിപ്സ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി കുട്ടികളുടെ പഠനമായാലും ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എങ്ങനെ ഇത് ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്താം എന്നുള്ളതായിരിക്കും എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു എളുപ്പ വഴി എന്നുള്ളതായിരിക്കും. അപ്പൊ അതിനൊരു ടിപ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എളുപ്പ വഴി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആദ്യം അവരുടെ മനസ്സ് റിലാക്സ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഒരു പഠനം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് വിചാരിക്കാതെ ഇത് ഏറ്റവും രസകരമായൊരു കാര്യമായിട്ട് ഇതെനിക്ക് പഠിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗോൾസ് ആദ്യമേ ഇത് എവിടെയാണ് നമ്മൾ എത്തേണ്ടതെന്നൊരു ലക്ഷ്യം ശരിയായിട്ടും വേണം. അപ്പോൾ ആ ലക്ഷ്യത്തിന് എത്താൻ ഞാൻ എന്തെല്ലാം ചെയ്യണം, എങ്ങനെ പഠിക്കണം,
അല്ലെ ഏത് രീതിയിൽ ഞാൻ ഓരോ ദിവസവും പ്രോഗ്രസ് ചെയ്യണം, ഇതിനെക്കുറിച്ച് അവർക്ക് ഒരു കൃത്യമായിട്ടൊരു അറിവുണ്ടായിരിക്കണം. അത് വീട്ടുകാർ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ വേറെ ആരെയും കൊണ്ടെങ്കിലും അവർക്കത് മനസ്സിലാക്കി കൊടുക്കുകയോ അത്യാവശ്യമാണ്. പിന്നെ കുട്ടിക്ക് പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് അവരൊരു നല്ലൊരു മൂഡ്, ഒരു സ്റ്റഡി, അതിനൊരു മൂഡ് ഉണ്ടാണ്. അതായത് അവർക്കൊരു കോൺഫിഡൻസ് വേണം. ഇതെനിക്ക് പറ്റും, ഈ മുമ്പേ പറഞ്ഞ പോലെ ഇതെനിക്ക് എനിക്ക് പറ്റത്തില്ല എന്നാണ് കുട്ടി മനസ്സിൽ പറയുന്നതെങ്കിൽ അവർക്ക് പറ്റാതെ തന്നെ വരും. എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് അതാണ് നമുക്ക് യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ള വിശ്വാസം അവർക്കുണ്ടാക്കണം. പിന്നെ അവർക്ക് ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്യണം. അതുപോലെ ഈസിയായിട്ട് പഠിക്കാനുള്ള മൈൻഡ് മാപ്പ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും അല്ലെ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാനും, അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു കാര്യം നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനുള്ള ചില ടെക്നിക്കുകളുണ്ട്. അതുപോലെ സ്പെല്ലിംഗ് പഠിക്കാനാണെങ്കിൽ വേറെ ടെക്നിക്കുകളുണ്ട്. സ്പെല്ലിംഗ് പഠിക്കാനുള്ള ടെക്നിക്ക് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ റൈറ്റ് സൈഡിൽ വിഷ്വലൈസ് ചെയ്തിട്ട് അത് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് മെമ്മറിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആ ലെഫ്റ്റ് സൈഡിലേക്ക് കണ്ണുയർത്തി നോക്കുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ പല ടെക്നിക്കുകളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് അവരവരുടെ തന്നെ കഴിവിലുള്ള വിശ്വാസം, അവരവരുടെ തന്നെ ബ്രെയിൻ പവറിലുള്ള വിശ്വാസം, മൈൻഡ് പവറിലുള്ള വിശ്വാസം. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. നമ്മുടെ ബ്രെയിൻ അത്ര പൊട്ടൻഷ്യലുള്ളതാണ്. ആ പൊട്ടൻഷ്യലിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമ്മളിന്ന് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ശരിക്കും കുട്ടികൾക്ക് അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ വേണം. അതായത് ഇപ്പം എൻ്റെ മനസ്സ് എങ്ങോട്ടേലും അങ്ങ് പോകുന്നതാണ്, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കവിടെ ഒരു പേഴ്സണലായിട്ടൊരു കൺട്രോൾ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അതൊന്നുമല്ല, നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സിനെ നമുക്ക് വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാനും ഡയറക്റ്റ് ചെയ്യാനുമുള്ള കഴിവ് നമുക്കുണ്ട്. അത് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അവർക്ക് പ്രയാസമായിരിക്കത്തില്ല. ഓക്കെ. അപ്പോൾ ഡോക്ടർ, ഇത് അതുപോലെ തന്നെ ഇപ്പോൾ അച്ഛനമ്മമാരുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടല്ലേ? ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അവർക്കും എന്താണ് ഒരു പെട്ടെന്നൊരു ടിപ്പ് എന്നുള്ള രീതിയിൽ അവർക്ക് ശരിക്കും അവരുടെ കുട്ടിയെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവർക്ക് വേണം. ഞാൻ അതിശയിക്കാറുണ്ട് ഈ പേരൻസിന് എന്തുകൊണ്ട് കുട്ടിയെ മനസ്സിലാവുന്നില്ലെന്ന്. അത്രയ്ക്ക് പോലും ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അച്ഛനമ്മമാർ അവരുടെ ഓട്ടത്തിലായതുകൊണ്ട് അവർ കുട്ടികളെ മനസ്സിലാക്കാറില്ല. അപ്പോൾ കുട്ടികൾ എത്ര വലിയ തെറ്റുകൾ ചെയ്താൽ പോലും അച്ഛനമ്മമാർ ഇത് എങ്ങനെ അറിയാതിരിക്കുന്നു എന്നുള്ളൊരു അതിശയം പോലെയാണ്. അപ്പം കുറച്ചുകൂടെ സമയം അവർ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാനും അവരെ മനസ്സിലാക്കാനും അവരെ അടുത്ത് അറിയാനും ശ്രമിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ കുട്ടികളുടെ ബലഹീനത എന്താണ്, അവൻ്റെ കഴിവെന്താണ്, അല്ലെ അവനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം, അവനെ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാം, ഏതു നേരം കുറ്റം പറയാതെ. ഓരോ കുട്ടിക്കും അപ്രീസിയേഷൻ ആവശ്യമാണ്, അത് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുത്താൽ മാത്രമേ കുട്ടിക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക, അത് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമയം, ഈവനിങ് ആൻഡ് ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇവിടെ വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മെമ്മറിയെക്കുറിച്ചും അതുപോലെ പഠനം എങ്ങനെ രസകരമാക്കാം, അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നതിനും ഞങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും വളരെ നന്ദി. റിപ്പിൾ ടി ഈവനിങ് ആർ പവർഡ് ബൈ ലോണി സെറ ഹെർബൽസ്. ഈവനിങ് അവറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇന്ന് മെമ്മറി മന്ത്രയായിരുന്നു. എല്ലാവർക്കും ഉപയോഗപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം മെമ്മറി മന്ത്രയിലൂടെ. ടിൽ ദെൻ ഇറ്റ്സ് ഡോക്ടർ ദിവ്യ സൈനിങ് ഓഫ്. ബൈ. നാളെ ചൊവ്വാഴ്ച 5:30 ഈവനിങ് അവറിൽ ബ്രെയിൻ പവർ, കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ലൈവ് ഇന്ററാക്റ്റീവ് ക്വിസ് പ്രോഗ്രാം. ഒത്തിരി അറിവും കൈനിറയ സമ്മാനങ്ങളും നേടുവാനുള്ള സുവർണാവസരം മറക്കാതെ കാണുക.